കഥകളി ജന്മനാടായ കൊട്ടാരക്കരയിൽ നിന്നും കലാപ്രേമികളുടെ മനസ്സിലേക്ക് കുടിയേറി. ആർ ബാലകൃഷ്ണപിള്ളയും നടന്നുകയറിയത് ജനമനസ്സുകളിലേക്കായിരുന്നു. അതിന് അദ്ദേഹത്തിന് കൂട്ട് ആദർശശുദ്ധിയും ജനസേവനത്തിനുള്ള ഇച്ഛാശക്തിയും മാത്രമായിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിയ പ്രഗത്ഭമതികളായ നേതാക്കന്മാരുടെ പേരുകൾക്കൊപ്പമാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരും. ആ ജീവിതം കേരള രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിലെ മിക്ക നിർണായക സംഭവങ്ങളിലും ആർ ബാലകൃഷ്ണപിള്ളയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. 1957 ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഏത് രാഷ്ട്രീയ സംഭവത്തിലും ആർ ബാലകൃഷ്ണപിള്ളയുടെ സാന്നിധ്യം കാണാം. പറയുന്ന ഏതൊരു കാര്യവും പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന അപൂർവം രാഷ്ട്രീയക്കാരിൽ പ്രഥമ സ്ഥാനത്തിന് അർഹനാണ് ഈ കൊട്ടാരക്കരക്കാരൻ. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന എല്ലാത്തരം വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൻ്റെ ഇടവും ധൈര്യവും നേതൃത്വ പാഠവും അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളത് ഒരു വലിയ വാസ്തവം തന്നെയാണ്. 1935 മാർച്ച് 8 കൊട്ടാരക്കരയിലെ വാളകത്ത് കീഴൂട്ട് തറവാട്ടിൽ രാമൻ പിള്ളയുടെയും കാർത്യായനി അമ്മയുടെയും മകനായി ആർ ബാലകൃഷ്ണപിള്ള ജനിച്ചു. അക്കാലത്തെ സർക്കാർ രേഖകൾ പ്രകാരം തിരുവിതാംകൂറിൽ ഏറ്റവും അധികം ഭൂസ്വത്തുള്ളവരിൽ ഒരാളായിരുന്നു രാമൻപിള്ള. തൻ്റെ വിശാലമായ വസ്തുവകകൾ നോക്കി നടത്തുന്നതിനൊപ്പം അന്നത്തെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗം കൂടിയായിരുന്ന രാമൻപിള്ളയുടേത് തിരക്കുകളേറെയുള്ള ജീവിതമായിരുന്നു. എന്നാൽ വീട്ടമ്മയായിരുന്ന മാതാവ് കാർത്യായനി അമ്മ മകന്റെ ബാല്യം ആഹ്ലാദകരമാക്കി. 7 പെൺമക്കൾക്ക് ശേഷം ജനിച്ച ഒരേ ഒരു ആൺതിരി എന്നത് കീഴൂട്ട് തറവാട്ടിൽ ബാലകൃഷ്ണപിള്ളയെ വാത്സല്യഭാജനമാക്കി. ദാനധർമാദികളിലേറെ തൽപരയായിരുന്ന കാർത്യായനി അമ്മ ബാലകൃഷ്ണപിള്ളയുടെ സ്വഭാവ രൂപീകരണത്തിലേറെ സ്വാധീനിച്ചു. 7 പെൺമക്കൾ കഴിഞ്ഞിട്ട് 8ാമതുണ്ടായ ഒരു പുത്രൻ, അത് ഒരു ധനിക ഗൃഹത്തിൽ. അപ്പോൾ ആ ഒരു പ്രത്യേകമായ വാത്സല്യമൊക്കെ അനുഭവിച്ച് വളർന്നു വന്ന ആളാണ്. കീഴൂട്ട് രാമൻപിള്ളയുടെ മകൻ ആനക്കുട്ടികളുമായി കളിച്ചു വളർന്ന ഒരു ശരിയായ മാടമ്പിയാണ്. ആ കുലീനതയും ആ ആഢ്യത്വവും എപ്പോൾ കണ്ടാലും ബാലകൃഷ്ണപിള്ളയിൽ നമ്മൾ തിരിച്ചറിയും.